ഹലോ, വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. അങ്ങനെ അന്ന് ADMK തലസ്ഥാന നഗരിയിൽ ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുകയാണ് ഇടപ്പാടി വിഭാഗം. കേരള തലസ്ഥാനത്ത് അനന്തപുരിയിൽ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ് AIDMK ഇടപ്പാടി പക്ഷം. പോയി എത്തിച്ചേരുവാൻ ഒരുപാട് സമയം വേണം. ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ. ആവതുള്ള കാലം വരെയും വന്നിടും ദേവ, എനിക്കാവതു കെടുന്ന നേരം എന്നൊന്നു കണ്ടിടേണം ദേവ. ദയാനിതേ ഭഗവാന് മഹാദേവ, ശംഭോ മഹാദേവ. ചുറ്റുവിളക്കു കത്തുന്ന നേരം എന്റെ കഷ്ടകാലങ്ങളെല്ലാം മാറിപ്പോകും. ശംഭോ മഹാദേവ. മഹാദേവനെപ്പോലൊരു ദേവനുണ്ടോ? ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ. ശ്രീകണ്ഠേശ്വരനെപ്പോലൊരു ഈശ്വരനുണ്ടോ? ശംഭോ മഹാദേവ. അമ്മയപ്പനെപ്പോലൊരു ഭഗവാനുണ്ടോ? ശംഭോ മഹാദേവ. നിഷ്കളങ്കൻ മഹാദേവനെപ്പോലൊരു ദേവനുണ്ടോ? ശംഭോ മഹാദേവ. ആൽമരത്തെ ചുറ്റിയാലായിരം പുണ്യം, ശിവനാമം പറഞ്ഞാൽ കോടി പുണ്യം. മാതാവിനെയും പിതാവിനെയും തൊട്ടുവണഞ്ഞ അതിലേറിയ പുണ്യം. ശംഭോ മഹാദേവ. അഹംഭാവവും വേണ്ട, എനിക്ക് അഹങ്കാരവും വേണ്ട. അങ്ങയെ സേവിക്കാനുള്ളൊരു മനസ്സു മാത്രം മതി. കോടീശ്വരനാകണ്ട, കുബേരനാകണ്ട, അന്നൊന്നു വിദ്യവത്തി കഴിഞ്ഞാൽ മതി. ശംഭോ മഹാദേവ. എത്രയോ ജന്മം കാത്തിരുന്നു കിട്ടിയതാണ് ഈ സൗഭാഗ്യം. ഈ ജന്മം കൂടെ തന്നെ. ശംഭോ മഹാദേവ. 40 വർഷം കൊണ്ട് ADMKക്ക് കിട്ടാത്ത ഭാഗ്യമാണ് ഈ ഓണാഘോഷം. ഈ ഓണാഘോഷത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഒരു സന്തോഷം സംസ്ഥാന കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും ഉണ്ട്. അതുകൊണ്ട് 2026 അമ്മയുടെ ജന്മനാള് വരുമ്പോൾ 1000 പേർക്കാണ് നമ്മൾ പല കാര്യങ്ങളും കൊടുക്കാൻ തീരുമാനിച്ചു. അതാണ് ഓണത്തിന് കിറ്റ് കൊടുക്കാതെ ഒരു ഓണ സദ്യയിൽ ഞങ്ങൾ എല്ലാം കൂടെ ഒരുക്കിയത്. സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, വനിതാ കമ്മിറ്റി എല്ലാം കൂടെ ചെയ്ത ഏറ്റവും വലിയൊരു പരിപാടിയാണിത്. നിങ്ങളൊക്കെ സഹായ സഹകരണങ്ങൾ എല്ലാം ഇവിടെ എത്തിയത് ഭയങ്കര ഭാഗം. എത്രയോ വീട്ടിൽ എന്തൊക്കെ ജോലി കഴിഞ്ഞിട്ട് അവിടെ വന്ന് നിങ്ങൾ നമ്മളെ കൂടെ നിൽക്കുന്ന വെച്ചാൽ ഒന്നും കണ്ടിട്ടില്ല. ഇക്കണ്ടതൊന്നും ശാശ്വതമല്ല, ഇനിയുള്ളതാണ് ശാശ്വതം. ശംഭോ മഹാദേവ. ജീവിതം കുറച്ചു കാലമേ ഉള്ളൂ, ഒരുപാട് സമയം വേണം. മഹാദേവന്റെ അനുഗ്രഹത്തോടെ എല്ലാവർക്കും സന്തോഷം വരട്ടെ. ഓണാശംസകൾ ജില്ലാ കമ്മിറ്റിക്ക്, സ്റ്റേറ്റ് കമ്മിറ്റിക്ക് എല്ലാവർക്കും ഓണാശംസകൾ. ശംഭോ മഹാദേവ. ജില്ലാ കമ്മിറ്റിക്ക്
പുള്ളിയല്ലേ അവസരം പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഈ വർഷം നമ്മൾ മാതൃകയാക്കിയ ഇതേ ഓണാഘോഷം വരും കാലങ്ങളിൽ വളരെ ആവേശത്തോടെ സമുചിതമായി ആഘോഷിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഓരോ സഹകരണവും ഉണ്ടായി പാർട്ടിയെ അതിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ നിങ്ങളോട് വിനീതമായി ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവരും നമ്മൾ തിരുവനന്തപുരത്ത് നമ്മളെ കേരള സ്റ്റേറ്റ് സെക്രട്ടറി ഹരിബാബു സാറിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ അണിനിരന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പൊന്നോണാശംസകൾ. ഓൾ ഇന്ത്യ ADMKയുടെ ഓണത്തിനെ സംബന്ധിച്ച് നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഹരിബാബു സാറിൻ്റെയും സിറ്റി സെക്രട്ടറി ചാലരാജൻ സാറിൻ്റെയും നേതൃത്വത്തിൽ നമ്മുടെ വനിതാ കമ്മിറ്റിയിലുള്ളവർക്കും സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ളവർക്കും ജില്ലാ കമ്മിറ്റിയിലുള്ളവർക്കും അഭ്യർത്ഥന മനസ്സിൽ വന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെയും നമ്മുടെ കൂടെയുള്ള നമ്മുടെ മെമ്പേഴ്സ്മാരുടെ എല്ലാവരുടെയും ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. அண்ணா திராவிட முன்னேற்ற கழகத்தின் செயலாளர் ஹரிபாபு அவர்களே மற்றும் உள்ள அனைத்து பொறுப்புள்ள பெருங்குடி மக்களே, ஓணம் கேரளத்தின் கண் போன்றது. அந்த ஓணத்தில் இன்று எல்லாரையும் அழைத்து அந்த ஓண கொண்டாட்டம் நடக்கின்ற இந்த நேரத்தில் சந்தோஷமாக இனி நமது கை ஓங்கட்டும் 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 என்று சொல்லி விடைபெறுகிறேன். நன்றி, வணக்கம். ஓண வாழ்த்துக்கள். அனைத்து இந்திய அண்ணா திராவிட முன்னேற்ற கழகத்தின் சார்பாக இன்று ഇവിടെ ഓണ ആഘോഷ പരിപാടി നടത്തുകയാണ്. അതിൽ പൊതുക്കുഴു ഉறுப்பினர்களின் சார்பாக அனைவருக்கும் நன்றியவும் வணக்கத்தையும் தெரியப்படுத்திக்கொண்டு என்னுடைய வாழ்த்துக்களும் വണക്കം. പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഇന്ന് ഈ ഫംഗ്ഷൻ നടക്കാൻ എൻ്റെ പിന്നിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇതിൻ്റെ ജീവനായി നിന്ന് പ്രവർത്തിച്ച നിങ്ങൾ ഓരോരുത്തരോടും നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഒപ്പം നമ്മൾ കഴിഞ്ഞ മാസം ഒരു കലാരൂപത്തിന് തുടക്കം കുറിക്കാൻ നമ്മൾ പല കാര്യങ്ങളിലൂടെ ചെയ്തു. വിധി വൈപരീത്യത്തിൽ അത് നടന്നില്ല. പക്ഷേ എങ്കിൽ ഇന്ന് നമ്മളുടെ കൂടെ നമ്മുടെ കലാകാര്യങ്ങൾ, ഡാൻസ് കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ തയ്യാറായി വന്നിരിക്കുന്ന ഒരു വനിത, പേരെന്താണ്, ഗായത്രിക്ക് എൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലും ജില്ലാ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഗായത്രി, ഇവിടെ ഈ കലാക്ഷേത്രം നമ്മൾ പേരിട്ടിരിക്കുന്നത് പുരസ്ചിത് തലവി കലാക്ഷേത്രം എന്ന സംഘടനയെ വളരെ സുന്ദരമായി ആർക്കും അസൂയ തോന്നുന്ന രീതിയിൽ ഇതിനെ നയിക്കണമെന്ന് ഞാൻ വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഗായത്രി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഗായത്രിക്ക് വരാം. ആളാണ് ഗായത്രിക്ക് ചമ്മൽ ആവശ്യമില്ല. ഞങ്ങളെല്ലാം ഒരുപാട് ചമ്മിയതാണ്. അതുകൊണ്ട് ഗായത്രിക്കും പുതുതായി ഒന്ന് ചമ്മാം. ആ ചമ്മലിനെ ഞങ്ങൾ ആസ്വദിക്കാം. ഞാൻ ഗായത്രിയാണ്. ഞാൻ പേയാട താമസിക്കുന്നത്. 20 വർഷമായിട്ട് നൃത്തം പഠിക്കുകയാണ്. 7-8 വർഷമായിട്ട് നൃത്തം പഠിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എന്നാൽ കഴിയുന്ന വിധം ഞാനും നന്നായിട്ട് കൊണ്ടുപോകും. ഇപ്പോൾ നമ്മൾ ഈ സംസാരവും പ്രസംഗവും ദീർഘിക്കുന്നതിനേക്കാൾ നല്ലത് കലാപരിപാടികളും കാര്യങ്ങളുമായി മുമ്പോട്ട് നീങ്ങാം. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി
ഇത് എല്ലാം സംവിധാനങ്ങളും ഒരുക്കിയ ജില്ലാ കമ്മിറ്റിക്കും അതിൻ്റെ പ്രവർത്തകർക്കും ഒപ്പം രാജധാനി നമ്മുടെ ഈ കോംപ്ലക്സിൻ്റെ അവരാരും സ്ഥലത്തില്ല എങ്കിൽ പോലും ഈ സ്ഥലം നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാൻ തന്ന അവർക്ക് കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ കെയർ ടേക്കറായി ഇവിടെ പ്രവർത്തിക്കുന്ന മിസ്റ്റർ പ്രകാശ്, അദ്ദേഹത്തിനൊരു പരാതി ഉണ്ടായിരുന്നു. നമ്മളാരും അദ്ദേഹത്തെ ഒരു പെർമിഷൻ വാങ്ങിക്കാതെ നമ്മൾ ചെയ്തുവെന്ന്. പക്ഷേ അദ്ദേഹം നല്ല മനുഷ്യനായതുകൊണ്ട് നമ്മൾ പറഞ്ഞ കാര്യം അദ്ദേഹം മനസ്സിലാക്കി വീണ്ടും നമുക്ക് ഇതെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള അവസരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനും പിന്നെ ഇവിടെ പങ്കെടുത്ത എല്ലാ കുടുംബാംഗങ്ങൾക്കും ഈ നമ്മുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ പോലെ 40 വർഷത്തിൻ്റെ പാരമ്പര്യത്തെ നമ്മൾ കീറി മുറിച്ച് വഴിയിലെറിഞ്ഞുകൊണ്ട് ഒരു പുതിയ സംവിധാനത്തിലേക്ക് നമ്മൾ പാർട്ടിയെ രൂപപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ ഇനിയും ഇതിലും വളരെ ഭംഗിയായ രീതിയിൽ കൊണ്ടുപോകുന്നുള്ള വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വ്യക്തിപരമായ ഓരോ കുടുംബത്തിനും ഇവിടെ പങ്കെടുത്ത ഓരോ വനിതകൾക്കും ഇതിന് നമ്മുടെ ഈ കലാമേളയ്ക്ക് പങ്കെടുത്ത ഈ ഗായകരും അവരുടെ ആൾക്കാർക്കും നമ്മുടെ സൗണ്ട് നമ്മുടെ പരിസരത്ത് നടക്കുന്ന എല്ലാ കാക്കാശ്ശേരി ഓട്ടോമൊബൈൽസ് അങ്ങനെ ഓരോ ഞാൻ എടുത്തു പറയുന്നില്ല, എല്ലാ ആൾക്കാർക്കും ഈ ഓണാശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ പരിപാടിയിലേക്ക് മുൻപോട്ട് പോകുന്നു. നമ്മുടെ കുട്ടനാടൻ പാർക്ക് നമുക്ക് അത്യാവശ്യം ഊണ് കടം തരുന്ന അവരെയും നമ്മൾ മറക്കാൻ പറ്റില്ല. അവരെയും കൂടി ഞാൻ നന്ദി പറയുന്നു, ഓണാശംസ കൊടുക്കുന്നു. എൻ്റെ പേര് ഹരിബാബു, ഓൾ ഇന്ത്യ അണ്ണാ DMKയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇത് രാജൻ പാർട്ടിയുടെ സിറ്റി സെക്രട്ടറിയാണ്. ബാക്കി ഇവിടെ ഇരിക്കുന്നവർ ജനറൽ കൗൺസിൽ മെമ്പേഴ്സ്, പാർട്ടിയുടെ വനിതാ വിങ് ഡെപ്യൂട്ടി സെക്രട്ടറി ഒക്കെയാണ് ഇരിക്കുന്നത്. ഞങ്ങൾ വളരെ നല്ല രീതിയിലൊരു ഓണാഘോഷം നടത്തുന്നതിനെ കുറിച്ച് വലിയ രീതിയിലൊരു പ്രോഗ്രാം ഞങ്ങൾ ചാർട്ട് ചെയ്തതാണ്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാണ്. സാങ്കേതിക കാരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ നേതൃത്വം എടപ്പാടി പളനിസ്വാമി അവർകൾ, വേലുമണി അവർകൾ അടുത്ത നമ്മുടെ ഭരണം കൊണ്ടുവരുന്നതിന് വേണ്ടി തിരക്കിലായതുകൊണ്ട് അവർ തമിഴ്നാട്ടിലുള്ള എല്ലാ ജില്ലകളിലും പര്യടനം നടത്തുന്നതുകൊണ്ടും ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ നടത്താൻ പറ്റാത്തതുകൊണ്ടും ഞങ്ങൾ ആ പ്രോഗ്രാം വളരെ ഷോർട്ടായിട്ട് ചെയ്തു. അപ്പോഴാണ് നമ്മുടെ വനിതാ കമ്മിറ്റിയുടെ ഒരു തീരുമാനത്തിലാണ് നമ്മൾ ഇന്നിങ്ങനെ ഒരു ഓണാഘോഷം ഒരു സദ്യയോടുകൂടി സന്തോഷമായി എല്ലാവരും ആഘോഷിച്ച് പിരിയാം എന്നൊരു തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ഓണാഘോഷം ഞങ്ങൾ നടത്തുന്നത്. ഇത് എനിക്ക് എടുത്തു പറയാനുള്ളത്, ഒരു സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ഈ പാർട്ടിയിൽ ഏകദേശം 21 വർഷത്തോളം പാർട്ടിയിലായ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പാർട്ടി കേരളത്തിൽ വന്ന കഴിഞ്ഞ 25 വർഷത്തെ ചരിത്രമെടുത്താൽ പാർട്ടിക്ക് കേരള ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം, ഒരു തിരുവോണ ദിവസം അല്ലെങ്കിൽ ഓണത്തെ കണക്കിലെടുത്ത ഒരു ഓണ പ്രോഗ്രാമിന് ഈ പാർട്ടിയിലുള്ള പ്രവർത്തകർക്ക് ഒന്നിക്കാൻ ഇന്ന് വരെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഇന്ന് ഈ അവസരം ഒരുക്കിയിരിക്കുന്നത് ഇവിടുത്തെ ജില്ലാ കമ്മിറ്റിയും വനിതാ കമ്മിറ്റിയും ചേർന്നാണ്. അതുകൊണ്ട് എനിക്ക് അവരോടുള്ള എൻ്റെ നന്ദി എനിക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ സംസ്ഥാന സെക്രട്ടറിയായി വന്ന ആദ്യത്തെ ഓണമാണ്. ഇത് ഇത്ര ഗംഭീരമാക്കാൻ, ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ അവർ കാണിച്ച അവരുടെ വലിയ മനസ്സിനെ അഭിനന്ദിക്കാനും അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനും എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ബാക്കി മറ്റു കാര്യങ്ങൾ ഓണത്തെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാവും. നാടും നഗരവും എല്ലാം ഓണലഹരിയിൽ മുങ്ങിയിരിക്കുകയാണ്. ഞങ്ങളും അതോടൊപ്പം ഓണലഹരിയിലേക്ക് നീങ്ങിയതാണ് ഇന്നത്തെ സംഭവം. ബാക്കി പാർട്ടിയുടെ സിറ്റി സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി രാജൻ സംസാരിക്കും. എനിക്ക് പറയേണ്ടത്, 25 വർഷം കൊണ്ട് പാർട്ടി കേരളത്തിലുണ്ട്. മുൻ പ്രസിഡന്റ് ഭാര്യ പോലും പാർട്ടിക്കകത്ത് അദ്ദേഹം വിളിച്ചുകൊണ്ട് വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ആദ്യമായിട്ട് സംസ്ഥാന സെക്രട്ടറി ചാർജ് എടുക്കുന്നത് ആദ്യം അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളെ ഈ പാർട്ടിയിൽ ചേർത്തത് ആദ്യം. 40 വർഷം കൊണ്ട് പാർട്ടി മാത്രം, അദ്ദേഹം മാത്രം പാർട്ടിയാണ്, ഭാര്യയും മക്കളെയും ചേർക്കാത്ത ഒരാൾക്കാരാണ്. പക്ഷേ സംസ്ഥാന സെക്രട്ടറി അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമായി അവരെ വിളിച്ചു പാർട്ടിയിൽ ചെയ്തത്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അത് അവിടെ ഇരിക്കുന്നത്, മരുമോള് ബാക്കിൽ ഇരിക്കുന്നു. അവരാദ്യം വരെ ഞങ്ങൾ അവർക്ക് ആ മെമ്പർഷിപ്പ് കൊടുക്കുന്നു. പിന്നെ ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് പാവപ്പെട്ടവർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കണ്ടെത്തി പോവുകയാണ്. ഞങ്ങളുടെ നേതാവ് എടപ്പാടി 2026 അധികാരത്തിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് 750 പേരെ എമർജൻസി ആയിട്ട് 90 ദിവസം കൊണ്ട് ഞങ്ങൾ ചേർത്ത് വനിതാ കമ്മിറ്റി ആദ്യമായിട്ട് 40 വർഷങ്ങൾക്ക് ശേഷമാണ് വനിതാ കമ്മിറ്റിയുടെ പ്രവർത്തകർക്ക് അത്രയും ഗംഭീരമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്.
സിറ്റി കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, താലൂക്ക് കമ്മിറ്റി, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് എല്ലായിടത്തും ഒരാളെ എത്തിച്ചാണ് തരുന്നത്. ഇപ്പൊ നമ്മൾ വെറും സിറ്റിയിലുള്ള ആൾക്കാർ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അടുത്ത വർഷം 2026 ഓണം ഒരു വലിയൊരു മഹാസംഭവമായിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് നടത്താൻ. അപ്പോഴും ഞങ്ങളുടെ പാർട്ടി അധികാരത്തിനും കൂടെ വരും. അപ്പം നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മനസ്സിലായി, ഒരുപാട് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. ഇത്തവണ സംസ്ഥാന സെക്രട്ടറി പോയി മുൻ മന്ത്രി വേലുമണിയെല്ലാം കണ്ണം പറഞ്ഞു, നമ്മ കച്ചി അധികാരത്തിൽ വന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം ചെറുതായിട്ട് ഓണാഘോഷം നടത്തി അങ്ങ് പോകുമ്പോൾ ഞങ്ങൾ പാർട്ടിക്കകത്ത് വന്നിട്ട് വെറും കുറച്ച് ദിവസമേ ഉള്ളൂ. ഞാൻ എന്നെ പോലെ ഒരാൾ വന്നിട്ട് വെറും 100 ദിവസമേ ഉള്ളൂ. 100 ദിവസം കൊണ്ട് 785 വരെ ചേർക്കാൻ ഞങ്ങൾ കഴിഞ്ഞെങ്കിൽ ഒരു വർഷം കൊണ്ട് നമുക്ക് എത്ര ആൾക്കാരെ ചേർക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുമെന്ന് നമുക്ക് 100% അറിയാം. ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവിന് അത്ര പോലും വാനോളമാണ് ഞങ്ങളെല്ലാം മുകുന്നത്. ഞങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റിക്കകത്ത് നമ്മുടെ ആൾക്കാരുടെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതെല്ലാം അവർ പറയുന്നത് മാത്രം അംഗീകരിച്ച് പോകാൻ ഞങ്ങൾക്ക് തയ്യാറാണ്. ഞങ്ങൾ എന്താ താഴേക്കടയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. എത്രയോ കൊല്ലം കൊണ്ട് രാമറെന്നെല്ലാം 50 വർഷം കൊണ്ട് പാർട്ടിയിൽ, അതേപോലെ രാമോണ 25 വർഷം കൊണ്ട്, കൽപ്പാള മണിയെ ഈ പാർട്ടിയിൽ 55 വർഷം കൊണ്ട്, ഹരിബാബു ചേട്ടൻ 30 വർഷം കൊണ്ട്, സാധേക 30 വർഷം കൊണ്ട്, ചിന്നപ്പൻ 30 വർഷം, ഇങ്ങനെ എല്ലാ പേരെയും നമ്മളെല്ലാം തുച്ഛമായ ദിവസങ്ങളിൽ വന്നിട്ട് നമുക്ക് ഈ വലിയ പരിപാടി നടത്താൻ മഹാദേവന്റെ അനുഗ്രഹവും ഈശ്വര അനുഗ്രഹവും തന്നുകൊണ്ടാണ് DMK ജയലളിത അമ്മയെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരാളിന് മാത്രമേ ഈ DMK നിൽക്കാൻ പറ്റുള്ളൂ. സ്നേഹിക്കാത്തവരിൽ അങ്ങ് പോകും. എല്ലാ പക്ഷികളെ ഒരു മരത്തിൽ ഇരിക്കും, കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ പക്ഷി ആ മരം ചരിയെന്ന് പറഞ്ഞാൽ ഓടിക്കളയും. പക്ഷേ ജയലളിത അമ്മയുടെ കൂടെ നിൽക്കുന്നത് ജീവിതകാലം മുഴുക്കെ, ഞാൻ നേരത്തെ പറയാം, ജീവനുള്ള കാലം വരും ജീവിതമുള്ള കാലം വരെയും ജയലളിത അമ്മയുടെ കൂടെ നിന്ന് അമ്മയുടെ എല്ലാ പ്രവർത്തനവും ഞങ്ങൾ ചെയ്ത് ഇവിടെ നമ്മൾ കേരളത്തിൽ ഒരു വൻ പരിപാടി ഉണ്ടാക്കിയെടുക്കും. 14 ജില്ലയിലും കമ്മിറ്റി ഉണ്ടാക്കി, സംസ്ഥാന കമ്മിറ്റി 14 ജില്ല. ഇപ്പൊ ഞാനും ഹരിബാബു ചേട്ടനും ഇവിടുത്തെ ഭാരവാഹികളെല്ലാം ആദ്യം പിണങ്ങുന്ന പാലക്കാട്ടിന് വെച്ചാൽ അവിടെ ഓഫീസായി 3-6 പിണങ്ങുന്ന അവരെ ഒന്നിച്ചു. ഇതൊന്നും ആരും മുമ്പുള്ളവർക്ക് ചെയ്യാൻ കഴിയില്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പറഞ്ഞ് എല്ലാവരെയും ഒരു കുടക്കീഴി കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളാണ്. ഇപ്പൊ അടുത്ത എറണാകുളം കമ്മിറ്റിയൊക്കെ എമർജൻസി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, എന്നെ പോലുള്ളവരും മഞ്ജുവിനെ പോലുള്ളവരും സീനയെ പോലുള്ളവരും സുമയെ പോലും വിലാസിനെയൊക്കെ വീട്ടിലെ ജോലികളെ ഇന്നും ഒരു പാർട്ടിയിൽ ഇല്ലാത്തവരാണ്. അവർക്കൊരു പാർട്ടി അറിയില്ല. ആരെങ്കിലും വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ പോണവരും അവരെല്ലാം നമ്മുടെ DMK വന്നെങ്കിലേ മനസ്സറിഞ്ഞാ വന്നേക്കുന്നത്. മനസ്സറിഞ്ഞ് ഈശ്വരന്റെ അടുത്താണ് വന്ന് എത്തിയേക്കുന്നത്. അതുകൊണ്ട് അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിയും ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റിയും കൊടുക്കുന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എത്തുന്നു. AADMKയുടെ എല്ലാ പ്രവർത്തകർക്കും ഓണാശംസകൾ നേരുന്നു. DMKയിലേക്ക് വന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സന്തോഷകരമായിട്ടുള്ള ഭാഗ്യകരമായിട്ടുള്ള നിമിഷങ്ങളായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം ജയലളിത അമ്മയെ പോലെ ഒരു ഇന്ത്യയിലെ തന്നെ കരുത്തുറ്റൊരു ലേഡി മുഖ്യമന്ത്രി നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട്, അതായത് തമിഴ്നാടിന് വേണ്ടി, ഒരു സംസ്ഥാനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സ്ത്രീകളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയധികം പ്രവർത്തിച്ച ഒരു മുഖ്യമന്ത്രി നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഇല്ല എന്ന് പറയാം. അപ്പോൾ ആ അമ്മയുടെ പേരിലുള്ള ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ എന്നെ പോലുള്ള സ്ത്രീകളെ സംബന്ധിച്ച്, പുരുഷന്മാരായിട്ട് എല്ലാവരും സംബന്ധിച്ചും വളരെയധികം വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കരുത്തുറ്റനായിട്ടുള്ള നേതാക്കന്മാരെ പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഹരിബാബു സാറ്, ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ചാലരാജൻ സാറ്, ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ ഓരോ ദിവസവും കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെല്ലാം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പങ്കെടുക്കാൻ പറ്റിയതും ഈ പാർട്ടിയെ വളർത്താൻ പറ്റുന്നതിലും ഞങ്ങൾ വളരെയധികം സന്തോഷമുള്ളതാണ്. ഇനിയും ഓരോ ദിവസവും പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങളായിരിക്കും ഞങ്ങൾ ഓരോ ദിവസവും കാഴ്ചവെക്കുവാനായിട്ട് പോകുന്നത്. പല പല പദ്ധതികൾ ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. കാരണം എപ്പോഴും നമ്മളുടെ സമൂഹത്തിൽ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ വളരെ കുറവാണ്. പലതും ഉണ്ടായിരിക്കും, പക്ഷെ പ്രാബല്യത്തിൽ വരുന്നത് വളരെയധികം കുറവാണ്. പക്ഷേ DMKയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയൊരു മാതൃക അമ്മ തന്നെ മാതൃക വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമ്മുടെ കേരളത്തിലുള്ള സ്ത്രീകൾക്ക് ഒരുപാട് ഉന്നമനങ്ങൾ, അതായത് തൊഴിൽ മേഖലകളിൽ വളർന്നു വരുവാനായിട്ട് പറ്റും, ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനായിട്ട് പറ്റും. ആരുടെ മുമ്പിലും കൈനീട്ടാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ഈ പാർട്ടിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നിങ്ങൾ ഓരോ മാധ്യമപ്രവർത്തകർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ പേരിലും ചാലരാജൻ സാറിൻ്റെ പേരിലും ഹരിബാബു സാറിൻ്റെ പേരിലും
എല്ലാത്തിലുപരി നമ്മുടെ AADMK പാർട്ടിയുടെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. AADMKയുടെ എല്ലാ പ്രവർത്തകർക്കും നമ്മുടെ അഭ്യർത്ഥന മാനിച്ചിരുന്ന ബാക്കി എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. നമ്മുടെ ഓണം എന്ന് പറയുമ്പോഴത്തേക്കും മലയാളികൾക്ക് എന്താണ്, നമ്മുടെ വർഷത്തിലൊരിക്കൽ വരുന്ന ഓണം എല്ലാവരും നല്ല രീതിയിലാണ് നമ്മൾ ആഘോഷിക്കുന്നത്. പക്ഷേ എൻ്റെ ഇപ്രാവശ്യം ഞാനൊരു പാർട്ടിയിലും പ്രവർത്തിച്ചിരുന്ന ഒരാളല്ല. പക്ഷേ എന്തോ ഒരു നിമിത്തം പോലെ നമ്മുടെ ജയലളിത അമ്മയുടെ പാർട്ടിയിലോട്ട് വരാൻ എനിക്ക് വലിയൊരു എന്തോന്ന് അഭിമാനം പോലെയും ഒരു ഈശ്വരൻ്റെ അനുഗ്രഹം പോലെയാണ് ഞാനിത് കാണുന്നത്. നമ്മുടെ സിറ്റി സെക്രട്ടറി രാജൻ സാറിൻ്റെ ക്ഷണപ്രകാരമാണ് ഞാൻ ഇതിനകത്ത് വന്നത്. അപ്പോൾ തന്നെ എന്തോ നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് വനിതാ കമ്മിറ്റിയുടെ ഒരു സെക്രട്ടറി ആയിട്ട് എനിക്കൊരു സ്ഥാനം തന്നു. അതിൽ കൂടി നമ്മൾ ഏകദേശം ഒരു 785 മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ടോട്ടലുള്ള അംഗങ്ങൾ 785-800 അടുപ്പിച്ച് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. അതും വെറും 3 മാസം കൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റിയത്. പക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് വീട്ടിലുള്ള നമ്മുടെ ഈ ട്രിവാൻഡ്രം ജില്ലയിലുള്ള എല്ലാ അമ്മമാരും സഹോദരിമാരും കുഞ്ഞു കുട്ടികൾ വരെ നമ്മുടെ പാർട്ടിയിലോട്ട് ചേർന്നിട്ടുണ്ട്. അത് എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടിയിൽ ഇനി വരുന്ന സാധാരണ ഒരു പാർട്ടി എന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ പല പാർട്ടികളും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ADMKയിലുള്ള നമ്മുടെ വനിതാ പ്രവർത്തകർ എന്ന് പറയുന്നത് നമ്മളുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്മാശ്രീ എന്ന് പറയുന്ന നമ്മുടെ ഒരു സംഘടന, അമ്മാശ്രീ എന്ന് പറയുന്ന സംഘടന വഴി വരുംകാല നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ അവർക്ക് വീട്ടിലിരിക്കുന്ന, അതായത് സാധാരണ നമ്മുടെ വനിതകൾക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള തൊഴിൽ പ്രവർത്തനങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ വഴി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അവർക്കൊരു ഇതുപോലെ ഒരു ഭാഗ്യം പോലെയാണ്. നമ്മൾ അതിനോട് മുന്നോട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. ഈ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒന്നും കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ സംസാരിക്കുന്നു. എൻ്റെ പേര് രാമറാണ്. இதே தெய்வம் புரட்சித் தலைவர் இதே தெய்வம் அம்மா அவர்களின் ADMKയുടെ சார்பாக പൊതുക്കുഴു ഉറപ്പിനറായി 25 കൊല്ലം കൊണ്ട് ഇരിക്കുകയാണ്. കേരളത്തിൽ ADMK ഇത്രയും ആൾക്കൂട്ടങ്ങൾ വരുന്നത്, പെൺകൾ വരുന്നത് ഇതാണ് ആദ്യമായിട്ട്. തമിഴ്നാട്ടിൽ ഒരുപാട് പെൺകളും ഈ പാർട്ടിയിൽ വന്ന് അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. പക്ഷേ അതേപോലെ ഇപ്പോഴാണ് ഈ സമയം കേരളത്തിലും അതേപോലെ പെൺകൾക്ക് ഒരുപാട് ഈ പാർട്ടിക്കകത്ത് വന്നത് വളരെ സന്തോഷമുണ്ട്. ഇതിന് കാരണം ഈ പാർട്ടിയുടെ നേതൃത്വം, അതായത് പാർട്ടിയുടെ സെക്രട്ടറി പുതിയ ആൾ ഈ പാർട്ടിയിൽ ചുമതല എടുത്തിട്ട് 3 മാസമേ ആയുള്ളൂ. ഹരിബാബുണ്ട്. വെറും കടും അധ്വാനം കൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇതിനകത്ത് വരാനും കൂടാനുമുള്ള ഒരു സമയം ഉണ്ടായത്. അത് ഈ പെൺകൾക്ക് വേണ്ടിയുള്ള ADMK-യാണ്. അതുകൊണ്ട് ഈ ADMK-യിൽ പെൺ നേതാവാണ് അവിടെ 8 കൊല്ലം ഭരിച്ചത്. 8 അല്ല 15 കൊല്ലം പുരട്സിത്തലവി അമ്മ. അതേപോലെ അവരുടെ പേരിലാണ് വീണ്ടും ഇപ്പോൾ എടപ്പാടി അണ്ണൻ ആ പാർട്ടിയെ മുമ്പോട്ട് കൊണ്ടുപോകാനും 2026 തമിഴ്നാട് എങ്ങനെയെങ്കിലും ഏറ്റെടുക്കാൻ വേണ്ടി 234 മണ്ഡലങ്ങളിലും ഡെയിലി ഓരോ മണ്ഡലമായിട്ട് ഇറങ്ങി നടന്ന് ഇപ്പോഴും പാർട്ടി പ്രവർത്തനം ചെയ്യുകയാണ്. അവർക്ക് കേരളത്തോട് ഒരുപാട് താല്പര്യമുണ്ട്. കേരളത്തിലും നമ്മൾ പാർട്ടി വളരാണെങ്കിൽ അവിടെ എന്തൊക്കെ ചെയ്യണം ആ ഐറ്റങ്ങളെല്ലാം കേരളത്തിലും കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് പണ്ടേ ഒരു ഇതുണ്ട്. പക്ഷേ അത് ഇതുവരെ നടന്നില്ല. പക്ഷേ ഈ കേരള ഘടകത്തിന് സാധിക്കട്ടെ എന്ന് വേണ്ടിക്കൊണ്ട് ഈ ഓണ வாழ்த்துக்கள். அகில இந்திய அண்ணா திமுக கட்சி ஆரம்பித்து இதோட 72 ஆரம்பித்து இது வரைக்கும் 25-30 வருஷமாக கேரளாவில் நான் வந்து 20 வருஷமாக பார்க்காததை இன்றைக்கி பார்க்குறேன். குறிப்பாக வந்து லேடிஸுகள் அதிகமாக காணப்படுகிறார்கள். புதிய செக்ரட்டரியாக தேர்ந்தெடுத்த ஹரிபாபு அவர்கள் இந்த இயக்கத்திற்காக, இந்த கட்சி வளர்ச்சிக்காக அவர் தியாகம் பண்ணுறதுக்கு எது வேணாலும் செய்ய ரெடியாக இருக்கிறார். அதே போல் சில்லா சக்தி அவர் ஒவ்வொரு உறுப்பினராக கூட்டிகிட்டு வந்து இந்த கட்சியை பலப்படுத்துகிறார். பொதுக்குழு ராமர் எந்த இடத்துக்கு வந்தாலும் கூப்பிட்டாலும் உடனே புறப்பட்டு வந்து அவருடைய வேலையை அவர் பார்க்கிறார். இப்படி ஒவ்வொருத்தரும் இந்த கட்சிக்காக வளர்ச்சி அடைய பாடுபட்டிருக்கார்கள். என்னால் முடிஞ்ச அளவு ஸ்டேட் பிரசிடண்ட் MS மணி என்னுடைய நண்பர், அவர் இறந்து 4வது வருஷம் நடந்துக்கிறதுக்கு அவர் மனைவி, மருமகர், மகன் அத்தனை பேர்த்தையும் கூட்டிகிட்டு வந்து செக்ரட்டரி அறிமுகப்படுத்தி அவர்களும் இந்த கட்சியில் சேர்த்திருக்கிறேன். கல்பாக்க மணி என்பவர் அவர் கிட்டத்தட்ட ஒரு 50 வருஷம் இந்த திராவிட இயக்கத்துக்காக கட்சியை வளர்த்தவர், கட்சியில் இருந்தவர். அவரும் இந்த இயக்கத்தில் இருக்கிறார். எல்லோருக்கும் என் இனிய ஓணம் வாழ்த்துக்கள்.
இந்த கட்சி 2026 அடுத்த வருஷம் இந்நேரம் ஆளுங்கட்சியாக இருக்கும் என்று உறுதியுடன் கூறுகிறேன். ചേച്ചി മോണിഷയുടെ അടുത്ത് ഓ സോറി, നിങ്ങളിവിടെ അവിടെ നിങ്ങൾ ആളല്ലേ അവിടെ പോയിരിക്കുന്നത്? അങ്ങനെ അണ്ണ ADMK തലസ്ഥാന നഗരിയിൽ ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുകയാണ് ഇടപ്പാടി വിഭാഗം. കേരള തലസ്ഥാനത്ത് അനന്തപുരിയിൽ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ് AIDMK ഇടപ്പാടി പക്ഷം. താങ്ക് യു ഫോർ വാച്ചിങ്.